ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ബീഫ് കറി കഴിക്കാൻ ഒരു കൊതി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. ഇനി ആണ് നമ്മുടെ കുക്കിംഗ്. സോ അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേഗം വരാം. എനിക്കിന്നേ ഭയങ്കരമായിട്ട് ബീഫ് കഴിക്കാൻ ഒരു കൊതി. അപ്പം ഞാൻ ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിന് ഒത്തിരി ടൈമൊന്നും കുക്ക് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എളുപ്പ വഴിയായിട്ട് കുക്കറിലിട്ട് എല്ലാം കൂടെ അങ്ങ് കാച്ചെടുക്കല പരിപാടി ഇന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പെട്ടെന്നുള്ള ബീഫ് കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ചോറ് വേണോ ചപ്പാത്തി വേണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, നോക്കാം. ഓക്കെ, ഒരു വലിയ സവാള ഇങ്ങനെ മുറിച്ചെടുത്ത് കുനുകുനാന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നുറുക്കിയ ബീഫാണ് വാങ്ങിയിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് ഉള്ള മസാലകളും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് ഒരു 6-7 വിസിൽ. ആ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് നമുക്ക് നോക്കാവേ. ഒരു 2 മാസമായിട്ടുണ്ടാവും ഞങ്ങൾ ഈ ചെടികളൊക്കെ ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിയിട്ട്. ചുമ്മാ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, കുറച്ചും കൂടി ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താം, നമുക്ക് കുറച്ച് ഒരു ഗ്രീൻ കളേഴ്സൊക്കെ വേണം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ ചെടികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഫെർട്ടിലൈസേഴ്സ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇന്നും ഇതിനൊത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങളതിൻ്റെ ലീവ്സിൽ കുറച്ചിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അതൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ഫ്രഷ് ആക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതെല്ലാ ദിവസവും ഞങ്ങൾ മാറി മാറി ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാനാണെങ്കിൽ നാളെ അവസാനമായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഞങ്ങളങ്ങനെ വലിയ ചെടി വളർത്തൽ ആൾക്കാരൊന്നും അല്ല. അതൊക്കെ എൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിറയെ പ്ലാന്റ്സ് ആണ്. അത് അമ്മയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആർട്ട് ആൻഡ് ബിയോണ്ട് എന്നാണ് അമ്മയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അമ്മ എന്തോരം കഷ്ടപ്പെട്ട ഒത്തിരി ചെടികളും എല്ലാം അമ്മ ഇങ്ങനെ നട്ടു വളർത്തുന്നുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ചെടികളൊക്കെ ഞങ്ങൾ നോക്കുന്നത്. എന്തായാലും അമ്മ നോക്കുന്ന അത്രയും ഭംഗിയിലൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. എന്നാലും നമ്മൾക്ക് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ലെങ്കിലും ഇതിൽ കൂടുതലും നമ്മൾ വാങ്ങിയിരിക്കുന്നത് എന്തോ തരത്തിലുള്ള പാം ട്രീസ് എന്ന് പറയുന്ന സംഭവങ്ങളാണേ. അങ്ങനെയാണ് പറയുന്നത്. പാം എന്തൊക്കെയോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ വരുന്നത്. അപ്പോൾ ഒത്തിരി ഇങ്ങനെ വലുതായി നന്നായിട്ട് വളർന്ന് വലുതാവുന്ന ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന് അതിൻ്റേതായ സ്പേസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വളർന്ന് ഒത്തിരി ഹൈറ്റിൽ വളരുന്ന ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ 6-7 വിസിൽ ഊതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് തുറക്കുവാണേ. കണ്ടില്ലേ എന്ത് രസമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രേവിയും ഉണ്ട്, നല്ല ബീഫ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. 6-7 വിസിൽ, ഒരു 7 വിസിൽ വരെയാണ് ഞാൻ ഇതിന് ചെയ്തത്. അടിപൊളിയായിട്ടൊരു ഈസി പീസി ആയിട്ടുള്ള ബീഫ് കറി ആയിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റും അത്ര പുറകോട്ടൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈ ഒരുപാട് സമയമെടുത്ത് അങ്ങനെയൊന്നും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ എന്ത് കറികളാണെങ്കിലും കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് ചോറല്ല, നമ്മൾ ചോറ് ഒഴിവാക്കി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഓൾറെഡി ഫ്രോസൺ ചപ്പാത്തി നമ്മുടെ കയ്യിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഇത് കട്ടുമ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പോലെ കുഴച്ച് അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ. ചപ്പാത്തിയും ബീഫ് കറിയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ.